കൊല്ലപ്പെട്ട ചെറിയ മക്കളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ നശിപ്പിച്ച് മരുന്ന് കുടിച്ച് നശിപ്പിച്ച കുഞ്ഞുങ്ങളെ ആഖിറത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ ആ ഉമ്മയുടെ ആ ഉപ്പയുടെ ആ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് റബ്ബ് തആല ചോദിക്കുന്നതാണ്, മോളെ മോനെ നിന്നെ എന്തിനാണ് കൊന്നത് നിന്റെ ഉപ്പ? ഈ കുട്ടിക്ക് മറുപടി പറയാൻ കഴിയുമോ? അതിനുവേണ്ടി എല്ലാവരും തെറ്റും ചെയ്യാത്ത ആ വയറ്റിനകത്തിലുള്ള കുഞ്ഞിനെ കൊന്ന ഉമ്മയെ വിടാതിരിക്കാൻ, ഉപ്പയെ വിടാതിരിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിച്ച ഡോക്ടറെ വിടാതിരിക്കാൻ റബ്ബ് തആല ചോദിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ആർക്കുണ്ട് ബോധം? ഭ്രൂണം നോക്കിയിട്ട് തീരുമാനിക്കുന്നു. ഇതാ അടുത്ത് ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ. ചാലിയത്തി എന്റെ പരിചയക്കാരനായ ഒരു സുഹൃത്തിന്റെ ഒരു മകൾ, അദ്ദേഹം എന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ആദ്യം അദ്ദേഹത്തിന്റെ മകന് വന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പെങ്ങളുടെ വയറ്റിൽ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് അംഗവൈകല്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ആ കുട്ടിക്ക് ലെൻസ് എന്ന് പറയുന്ന സാധനം പടച്ചിട്ടില്ല. ലെൻസ് ഇല്ലത്രേ, പിന്നെ വാൾവോ എന്തൊക്കെയില്ല. ആ കുട്ടിക്കൊരു ഭാഗം തന്നെ പടച്ചിട്ടില്ല. സ്കാനിൽ തെളിഞ്ഞതാണ്. ഒരു ഭാഗം ആ കുട്ടിക്കില്ല, ലെൻസില്ല. ആ കുട്ടി പെൺകുട്ടിയാണ്. ഈ രൂപത്തിൽ കുട്ടിയുടെ പിറന്നു വീണാൽ ആ കുടുംബത്തിന് ആ കുട്ടി യാമനാളിൽ എന്നും കണ്ണീരായിരിക്കും, ആ കുട്ടിക്കും കണ്ണീരായിരിക്കും. അതുകൊണ്ട് ആ കുട്ടിയെ നശിപ്പിക്കാനുള്ള മരുന്ന് കുടിക്കണമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഏത് ഡോക്ടറാ പറഞ്ഞത്? ഇന്നാലിന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു. അത് മതിയാകായിട്ട് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ ഒന്നും സ്കാനിൽ അതേ റിപ്പോർട്ട് പറഞ്ഞു. അത് മതിയാകായിട്ട് 3ാമത്തെ ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ഒക്കെ വിദഗ്ധരായ ഡോക്ടർമാരാണ്. അവരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞത് ആ കുട്ടിയുടെ ഒരു ഭാഗമില്ല, ആ കുട്ടിക്ക് ലെൻസ് പടച്ചിട്ടില്ല, ആ കുട്ടി പെൺകുട്ടിയുമാണ്. ആ കുട്ടി ജനിച്ചാൽ ആ കുട്ടി ജീവിക്കുമെന്ന് ഉറപ്പില്ല, ജീവിച്ചാൽ തീരാ ദുഃഖമായിരിക്കും നിങ്ങൾക്കും ആ കുട്ടിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നശിപ്പിക്കലാണ് നല്ലത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് ഗൗരവത്തിൽ സംസാരിച്ചു. അവൾ ആരാണത് പറയാൻ? അള്ള പടച്ചൊരു കുട്ടി, നമുക്ക് തന്നൊരു കുട്ടി ഒരു ഭാഗമില്ലെങ്കിൽ അത് കയ്യേറ്റ് വാങ്ങുകയല്ലാതെ അത് കൊല്ലാനുള്ള വിധി നമുക്കില്ല, അത് കൊല്ലാനുള്ള അവകാശം നമുക്കില്ല. ഒരു കാലില്ലാത്ത കുട്ടിയെ കൊല്ലുകയോ ഒരു കൈയില്ലാത്ത കുട്ടിയെ കൊല്ലുകയോ, ലെൻസില്ലെങ്കിൽ റബ്ബ് തആല അതിനെ പോറ്റിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മരിക്കുമ്പോ മരിച്ചുകൊള്ളട്ടെ. തൊടാനുള്ള അവകാശം പടച്ച റബ്ബിനല്ലാതെ ഇല്ല. ഇത് വളരെ ഗൗരവത്തിൽ ഞാൻ പറഞ്ഞു. ഡോക്ടറെ ചീത്ത എന്നിട്ട് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ പേടിച്ച് പെരി പോയി പറഞ്ഞു. അതിന്റെ വാപ്പനോട് അന്ന് അദ്ദേഹം ചെയ്താണ്. സഹോദരന്മാരെ എന്തുണ്ടായി? ഞാൻ ചില ദിക്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ദിക്റിന്റെ മഹത്വമാണെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്ത മഹത്വമാണെന്നല്ല പറയുന്നത്. 3 സ്ഥലത്ത് സ്കാൻ ചെയ്ത സംഭവം, കാലിയത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. എന്തുണ്ടായി? അത് കൊണ്ടുവന്ന് അവസാനം കുറെ ദിക്റുകളൊക്കെ ചൊല്ലി ഉസ്താദുമാരത്തൊക്കെ പോയി ഹോസ്പിറ്റലിൽ പ്രസവത്തിന്റെ ടൈമാകുമ്പോൾ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും എടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞില്ല, അത് ഗൗരവമാണ്, പ്രശ്നമാണ്, അതാണ് ഇതാണ്. ഓപ്പറേഷനായിരുന്നു പ്രസവം. ഓപ്പറേഷൻ ഇല്ലാതെയും പ്രസവിക്കും. പിന്നെ ഓപ്പറേഷൻ പിന്നെ രസമാണ്. നമുക്ക് പ്രസവം വേണ്ട, തീരുമാനിക്കാം. ഇവര് ഗർഭം ചുമക്കുമ്പോ തന്നെ ഭർത്താവും ഭാര്യയും കൂടെ നമുക്ക് പ്രസവിക്കണം, നമുക്ക് ഓപ്പറേഷൻ, നമുക്ക് നാം 2 നമുക്ക് 2, നാം 2 നമുക്ക് 2. എന്താ ഉഷാർ, തീരുമാനം കഴിഞ്ഞു. ഞാൻ വരുന്നു അതിലേക്ക്. അതാ ഓപ്പറേഷൻ ചെയ്തു. സഹോദരന്മാരെ, ഓപ്പറേഷൻ ചെയ്തു നോക്കുമ്പോ 3 സ്ഥലത്തൊന്നും പറഞ്ഞത് പെൺകുട്ടി, കുട്ടി ആൺകുട്ടിയാണ്. ഒരു അംഗത്തിനും ഒരു വൈകല്യവും ഇല്ല എന്ന് മാത്രമല്ല, 2 ആഴ്ച മുമ്പ് ആ കുടുംബത്തിന് ഞാൻ പോയിരുന്നു. അവർ ഒന്നടങ്കം പറയുന്ന അങ്ങനത്തെ ഒരു കുട്ടി ഞങ്ങളെ കുടുംബത്തിന് ജനിച്ചിട്ടില്ല, അത്രയും ഭംഗിയുള്ള ഒരു ആൺകുട്ടി. ഇതാ 40 അപ്പോത്തിന് നല്ലപോലെ ചിരിക്കുന്ന കുട്ടി, തൊട്ടിൽ നിന്ന് സ്വന്തം ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കുട്ടി ഞങ്ങളെ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല. ഇതിനങ്ങട്ട് ഓപ്പറേഷൻ ചെയ്തെടുത്ത ടൈമിൽ ഡോക്ടറെ കരഞ്ഞത്ര. ഇതിനാണല്ലോ നമ്മൾ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. സഹോദരാ, നമ്മൾ മനസ്സിലാക്കണം എവിടേക്കാണ് ഈ പോകുന്നത്. സ്കാനിന്റെ റിപ്പോർട്ട് കൊണ്ടാണോ തീരുമാനമെടുക്കുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ വയറ്റകത്തുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ പാടില്ല. കുട്ടികളെ കൊല്ലുന്ന പരിപാടി ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്നു. ഈ ഉമ്മത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു. കുട്ടീനെ നോക്കിയിട്ട് കൊല്ല പറ്റുമോ സഹോദരന്മാരെ?
കുട്ടികളെ നോക്കിയിട്ട് എത്താ കുട്ടിയെ നോക്കുക, സ്കാനിൽ കയറി പെൺകുട്ടിയാ, എനിക്ക് 3 പെൺകുട്ടി, ഇത് വേണ്ട, ഇത് ശരിയാക്ക, കൊല്ലുക. അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവം പറഞ്ഞ, വിശുദ്ധ ഖുർആൻ വലിയ ഗൗരവം പറഞ്ഞതാണ്. ഗർഭം ചുമന്നിട്ടേ ഉള്ളൂ, നശിപ്പിക്കാൻ പറ്റുമോ? ഗർഭപ്പായിട്ടേ ഉള്ളൂ, 1 മാസമായിട്ടുള്ളൂ, നശിപ്പിക്കാൻ പറ്റുമോ? ശാഫിഈ മദ്ഹബിൽ ബലപ്പെട്ടത് പറ്റൂല, 1 മാസമായാലും പറ്റൂല. ഒരഭിപ്രായം 1 മാസമാണെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ നീക്കാം. 2 മാസമായാലോ അതേ വിധി, മാംസപിണ്ഡമായാലോ അതേ വിധി, 4 മാസമായാലും അതേ വിധി. ജീവിട്ട് കഴിഞ്ഞാൽ 4 മാസമായാലും ജീവിടും, ജീവിട്ടാൽ പിന്നെ ഒരു കാരണത്താലും നശിപ്പിക്കാൻ പാടില്ല. അതിൽ 2 അഭിപ്രായമില്ല. ഗർഭം അലസിപ്പിക്കുന്ന ഉമ്മമാരെ എവിടേക്കാണ് പോകുന്നത്? ഞാൻ എന്റെ വക പറയുകയില്ല. ശാഫിഈ മദ്ഹബിലെ ആധികാരിക കിതാബായ 10 വാള്യമുള്ള ഫിഖ്ഹിന്റെ കിതാബാണ് തുഹ്ഫ. അതിലെ ആശയമാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത്. വളരെ ഗൗരവമല്ലേ? ഒരു ബോധമില്ലാത്തൊരു കുടുംബം, സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കൾ, ഒരു ബോധമില്ലാത്തൊരവസ്ഥ. എവിടേക്കാണ് ഈ പോകുന്നത്? ചെന്ന് നോക്കി, ആൺകുട്ടിയാണോ, നല്ല സന്തോഷമായി, എല്ലാ കാര്യം പോയി. ഈ കുട്ടിയായിരിക്കും പക്ഷെ ഇവന്റെ കഴുത്തിൽ കത്തിയേക്കണം, ഇവനെ ഒന്നുഹേത്ത് ഇറക്കണത്. അങ്ങനത്തെ ആൺകുട്ടിയാണ് ഈ കരപ്പി ചിലപ്പോൾ ഈ ചാടാൻ പോണത് അല്ലേ? എത്ര ചെറുപ്പക്കാരെ കൊണ്ട് പാപ്പാര് ശരിയായിട്ടുണ്ട്, എത്ര ശരിയായിട്ടുണ്ട്. ആൺകുട്ടിയാകുമ്പോ ചില സന്തോഷം. കാലത്തുള്ള സ്വഭാവം പറഞ്ഞത് ഇന്ന് സുന്നികളിൽ വരെ പുലർന്നുപോയി. ഇസ്ലാം ഇവിടെ വരുന്ന മുമ്പുള്ള സ്വഭാവം പറയുന്ന ഖുർആൻ, ഒരു പെൺകുട്ടി ജനിച്ചു എന്ന വിവരം, അതും വിവരം കിട്ടിയെന്നല്ല ഖുർആൻ പറഞ്ഞത്, ഒരു സന്തോഷ വാർത്തയാണത്. മക്കളില്ലാത്തവർക്കറിയാമല്ലോ കുട്ടികളോടുള്ള താല്പര്യം, അതൊരു സന്തോഷ വാർത്തയാണ്. ഈ വിവരം കിട്ടിയാൽ നല്ല അവന്റെ മുഖമങ്ങ് കറുക്കുന്നു, പ്രയാസപ്പെടുന്നു. അവന് കിട്ടിയ റിപ്പോർട്ട് കേട്ടിട്ട് ജനങ്ങൾ മാറി നിൽക്കുന്നു. എന്നിട്ട് ചിന്തിക്കുക, സ്കാനിന് പെൺകുട്ടിയാണല്ലോ റബ്ബേ, ജാഹിലിയ്യ കാലത്ത് ജനിച്ചത് പെൺകുട്ടിയാണല്ലോ റബ്ബേ, ഇപ്പത്തെ സ്വഭാവത്തിന് പെൺകുട്ടിയാണല്ലോ, അവൻ മാറി നിൽക്കുന്നു. എന്നിട്ട് ഫോൺ ചെയ്യാൻ, ഹലോ കാക്കല്ലേ, പെൺകുട്ടിയാണ്, എന്താ പാട്ടണ്ട, എന്റെ അഭിപ്രായം എന്താ, എന്താണ് ഒഴിവാക്കിയാലോ? മാറി നിന്നിട്ട് ഫോൺ ചെയ്യാ. ഖുർആന്റെ ചെയ്യാൻ പറഞ്ഞു, ഖുർആനിലുള്ളതന്നെ ഇത്. അയുംസികുഹു അലാ ഹൂനിൻ അം യദ്സുഹു ഫിത്തുറാബ്. അഞ്ചെന്നുണ്ടല്ലോ പെണ്ണ്, ഒന്നുകൂടിയാണ് എടുക്കന്നെ, അതിനെവിടെ പിടിച്ച് വെക്കണോ? അയുംസികുഹു അലാ ഹൂനി, അടങ്ങറായി കെട്ടിക്കാൻ വേണ്ടി ഒന്നും കൂടി കിടക്കട്ടെ എന്ന് വെക്ക്. അതെല്ലാം യദ്സുഹു ഫിത്തുറാബ്, അതല്ല അതിനെ കൊന്നു കുഴിച്ചിടണോ, അല്ല ജീവനോടെ കുഴിച്ചുവിടണോ? ഖുർആനിലുള്ളത് മണ്ണിൽ കുഴിച്ചിടണോ, ജീവമാണ് ഇവിടെ വന്നിട്ടില്ല. ഈ കോലമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ, അതും ഇന്ന് സുന്നികളിൽ വരെ ഉള്ളത്. വലിയ കുറ്റമാണിത്, വലിയ കുറ്റമാണിത്. ജനിച്ച കുട്ടികളെ മാത്രമല്ല കൊല്ലുന്നത് തെറ്റ്. റസൂലുള്ളാഹി തങ്ങൾ ആമിദിയത്തിനോട് പറഞ്ഞു, ആമിദിയ, നിന്നെ കൊല്ലാൻ പറ്റൂല, നിന്റെ വയറ്റകത്ത് കുഞ്ഞനുണ്ട്, ഗർഭമുള്ള പെണ്ണിനെ കൊല്ലാൻ പറ്റൂല. ഈ പെണ്ണ് തിരിച്ചുപോയി. ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഒരു മുസ്ലിം വനിതയുടെ ഈമാൻ പ്രസവിച്ച കുഞ്ഞനുമായി വന്ന്, നബിയെ ഞാൻ പ്രസവിച്ചിരിക്കുന്നു, എന്നെന്ന് എറിഞ്ഞു കൊന്നു തരണം, എനിക്കതിന്റെ മുമ്പ് മരിച്ചുപോയാൽ നരകത്തിൽ കടക്കുമെന്ന പേടിയാണ് ആ പെണ്ണിനുള്ളത്. വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണ്, അന്യപുരുഷന്മാരെ തൊട്ടും തൊണ്ടിയും പിടിച്ചു നടക്കുന്ന പെണ്ണ്. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അന്യ പെണ്ണുങ്ങളെ തൊടുന്നതിൽ പേടിയില്ല, അവരുമായി സല്ലപിക്കുന്നതിൽ പേടിയില്ല, അവരുമായി അതാ കുശലം പറയുന്നതിൽ പേടിയില്ല. അന്യ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഫോണിന്റെ റിപ്പോർട്ടുകൾ, നീ പറഞ്ഞ അശ്ലീല വാക്കുകൾ, നീ പറഞ്ഞ ഹറാമിന്റെ വാക്കുകൾ, അത് നിന്റെ മൊബൈലിൽ നിന്നങ്ങ് മാഞ്ഞുപോയി. പക്ഷേ റഖീബത്തിൽ എഴുതി വെച്ചു, അവരിലെത്തുമ്പോ
എത്തുമ്പോൾ ആ ഫോൺ നിന്റെ മുമ്പിലേക്ക് വരും. ആഖിറത്തിലെത്തുമ്പോൾ ആ ഫോണിന്റെ റിപ്പോർട്ട് നിന്റെ മുമ്പിലേക്ക് വരും. എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ചെയ്തവരെ തൗബ ചെയ്യൂ, അത് മായ്ച്ചു കളയൂ, തന്റെ ഏടുകളിൽ നിന്ന് മായ്ച്ചു കളയൂ. അതാ വരുന്നു ഗർഭം ചുമന്ന് പ്രസവിച്ച കുഞ്ഞുമായി വരുന്നു. നബിയെ, ഞാൻ പ്രസവിച്ചു, ഈ കുഞ്ഞിനെ ഒന്ന് ഏറ്റെടുത്ത് എന്നെ ഒന്ന് കൊന്നു തരണം നബിയേ. എന്തൊരു ഈമാനുള്ള പെണ്ണ്! അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ, അമ്മിഞ്ഞ പാല് കുടിക്കുന്ന കുട്ടിക്ക് ആ കുട്ടിയുടെ ആരോഗ്യം അതാണ്. ഈ കുട്ടി എന്തെങ്കിലുമൊക്കെ സ്വന്തം തിന്നുന്ന അവസ്ഥ വരട്ടെ മോളെ, പാലല്ലാതെ തിന്നുന്ന അവസ്ഥ വരട്ടെ മോളെ, അതിന്റെ ശേഷമാകാം. അതാ തിരിച്ചു പോകുന്നു ആ ഉമ്മ സങ്കടത്തോടുകൂടെ. അതാ ഹറാമ് പേടിയില്ലാത്ത പെണ്ണേ, അല്ലാഹുവിനെ പേടിയില്ലാത്ത പെണ്ണേ, നിന്റെ കൂടെ ആഖിറത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വനിതയുടെ കഥയാണ് ഈ പറയുന്നത്. ഇഷ്കാത്തുൽ മസാബി എടുത്തു നോക്കി ചരിത്രം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. വാമിദിയാകാ പിന്നെ കുഞ്ഞനുമായി വരുന്നു. എങ്ങനെ? ആ കുഞ്ഞന് തീറ്റി തുടങ്ങിയിട്ടില്ല. ആ കുഞ്ഞന്റെ കയ്യിൽ ഒരു പത്തിരിക്കഷ്ണം പിടിപ്പിച്ചിരിക്കുന്നു. തിന്നാനല്ല, തിന്നുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മെല്ലെയൊക്കെ ഒന്ന് ചവച്ചു നോക്കുന്ന പ്രകൃതി കുഞ്ഞനായിട്ടുണ്ട്. അതിന്റെ കയ്യിലൊരു പത്രിയും കൊടുത്ത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബിന്റെ അരികിൽ വന്ന് കുഞ്ഞന് തിന്നുന്നു എന്ന് പറഞ്ഞ് നബിനെ കുട്ടി കൊടുത്തു. കുട്ടിയെ കൊടുത്തു വാമിദിയെ എറിഞ്ഞു കൊന്നു. സംഭവം ഞാൻ പറഞ്ഞത്, റബ്ബിനെ പേടിച്ച് ജീവിതത്തിൽ ഒരു വ്യഭിചാരം നടന്നുപോയി, അതിലങ്ങ് ഗർഭിണിയായിപ്പോയി, റബ്ബിനങ്ങ് പേടിച്ചുപോയി. അതാ